വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞങ്ങൾ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ചൂണ്ടയിടുന്നത് നിർത്തി ഈ കാടിനുള്ളിൽ നാളിതുവരെ പുറംലോകം അറിയാതെ ഒളിച്ചിരിക്കുന്ന നിഗൂഢത നിറഞ്ഞതും അവിശ്വസനീയവുമായ ആ സ്ഥലം നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുമെന്നുള്ളത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തുടർന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വരൂ, നമുക്ക് ഒരുമിച്ച് ആ സ്ഥലം തേടി പോവാം. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് കാടിനുള്ളിലേക്ക് പോവാ. അല്ലടാ, ഒന്നുമില്ല, ചൂണ്ടിടാൻ പോവാ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് ചൂണ്ടിടാൻ പോവാൻ. മനുഷ്യരും ഒന്നുമില്ലാത്ത മൃഗങ്ങളും പക്ഷികളും മാത്രമുള്ള കാടാണ്. അതെ, ഒരു വിവരം ഉണ്ടാവില്ല. ഇതിനകത്ത് പോയി കിടന്ന് ചത്ത പോലെ ആരും അറിയില്ല. വഴിയുണ്ടോടാ? വഴി ഇവിടെ ഒരെണ്ണമുണ്ട്. ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഈ സൈഡിലോട്ട് ഇന്നേ വരെ ആരും സ്റ്റിക്ക് അടിക്കാൻ വന്നിട്ടില്ല. ഐ മീൻ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിക്കും കൊണ്ട് ആരും പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മീനെ കിട്ടുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ല. അറിഞ്ഞുകൂടാ സ്റ്റിക്ക് അടിച്ചാൽ കിട്ടുന്ന മീനുണ്ടോ എന്നുള്ളത്. അടിപൊളി. എന്തായാലും നമ്മൾ 1-2 കാസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഫോളോ അപ്പ് പോലും ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകും. എന്തായാലും ഒരു 4-5 എത്ര കിലോമീറ്ററാണ് അവിടെ? ഒരു 3-4 കിലോമീറ്ററെങ്കിലും മിനിമം നമുക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇട്ട് നോക്കാം. കിട്ടുമെന്ന് ഉറപ്പില്ല, പക്ഷെ നല്ല രസമായിരിക്കും. ഈ മരത്തിൻ്റെ വേരുണ്ട്, തറയിൽ പൊട്ടിയിട്ടില്ല. ഗ്യാപ്പാണ്, ഗ്യാപ്പ്. വേര് അവിടെ വരെ എത്തിയിട്ടുള്ളത്, വളർന്ന് വരുന്നേ ഉള്ളൂ. നിൽക്കടാ, ഞാൻ വരുന്നടാ. അമ്മേ, ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാലൊന്ന് മടങ്ങി നല്ല വേദനയുണ്ട്. കുറേ നാളായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എൻ്റെ മോനെ കിടു. അതെ, ഇങ്ങോട്ട് നോക്ക്, ഇത് മതി. ചൂണ്ടയിട്ടില്ലേലും കുഴപ്പമില്ല, ഇവിടെ ഇരിക്കാം. ഇന്ന സ്പോട്ടാണ് കേട്ടോ. മീനില്ല, പക്ഷേ സ്പോട്ടുണ്ട്. ഒരു സ്ട്രൈക്ക് കിട്ടി, പക്ഷെ പണി കിട്ടി. പകുതി കൊണ്ട് പോയി ഗൈസ്, പാല് മുറിഞ്ഞു പോയി. അപ്പോൾ ഇനി ഇതുകൊണ്ട് കാര്യമില്ല. ഇതാണ് പറയുന്നത്, ലോക്കൽ വാങ്ങിക്കരുത്, ലോക്കൽ വാങ്ങിക്കരുത്. ഇതിനെത്രയായിരുന്നു? 250 രൂപ അല്ലേ? 250 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ്. ലോക്കലാ പറഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്, ലോക്കൽ വാങ്ങിക്കരുത്, അല്ല കമ്പനി സാധനം വാങ്ങിക്കട്ടാ. ഇനി നമ്മുടെ കമ്പനി സാധനം എടുത്തേ. അടുത്ത സ്പോട്ടിൽ പോകാൻ നമുക്ക് വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല. ഫുള്ള് ഇഞ്ചമുള്ളാണ്. എന്തോടാ ചുമയ്ക്കുന്നത്? പനി കുറവില്ലേ? ഇഞ്ചമുള്ളാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നടന്നിട്ട് അതുവഴി താഴേക്ക് ഇറങ്ങാം. പോകുന്ന വഴിക്ക് നല്ല വെറൈറ്റി കൂണുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറിച്ച് തിന്നാൽ വിഷത്തിൻ്റെ അഭിഷേകമായിരിക്കും. അവിടെ നിൽക്കട്ടെ. എന്തോടാ? കൂണ്, മരക്കൂണാടാ ഗൈസ്. ഈ ഒരു കമ്പ് നിൽക്കുന്നുണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു കാർഡായിട്ട് തോന്നും. ഇതിൻ്റെ പേരാണ് നക്കി. നമ്മൾ പറയുന്ന നക്കി എന്ന് പറയുന്നത്. അതായത് ഇതിൽ മുള്ളുണ്ട്, കണ്ടോ? കുറച്ച് മുള്ളുണ്ട്. നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വലിയത്തില്ല. അവിടെ സ്റ്റക്കാണ്, ഭയങ്കരമായിട്ട് ഗ്ലൂ പിടിച്ചിരിക്കുന്ന പോലെ നിൽക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ട് കൂളായിട്ട് തെന്നിക്കാം. ഇങ്ങോട്ട് തെന്നത്തില്ല, കണ്ടോ? എന്തായാലും ഇത് ഒരു പിടി പിടിച്ചാണ്ടല്ലോ നമ്മുടെ ശരീരത്ത് തീർന്ന്. നല്ല രസം. അത്ര ഇടം നക്കി എടുത്തോണ്ട് പോകും. അതിനാണ് നക്കി നക്കി തിന്നല്ല, നക്കിയേ ടാറ്റാ. ഇതുണ്ടോ ഗൈസ്? ആനയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ വയറ് തള്ളിയിരിക്കുമ്പോൾ വയറ് ഒരയ്ക്കുന്നതാണ് ഈ ഒരു പാടെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ മൊത്തം ഇതെല്ലാം കണ്ടോ, ആന ദേഹമായിട്ട് ഒരയ്ക്കുന്നതാണ്. പക്ഷെ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഇത് കൊമ്പ് ഒരച്ചതല്ല. കൊമ്പ് ഇത്രയും ചെറുതായിട്ടൊന്നും ഒരയ്ക്കൂല. എന്തായാലും കേട്ടോ, എന്തായാലും ഇതെല്ലാം ആന ദേഹം വരയ്ക്കുന്ന കേട്ടോ. ചൂരൽ നിൽക്കുന്നുണ്ട്, ചൂരലിൻ്റെ വള്ളിയായി പോയേക്കുന്ന മൊത്തം. അടിപൊളി. എടാ, പച്ചച്ചാണം കിടക്കണം. പച്ചച്ചാണമല്ല, ഇതെല്ലാം ചൂരലിൻ്റെ കമ്പ് കേട്ടോ. ഈ കിടക്കുന്ന മൊത്തം ഇന്ന് രാവിലെ അപ്പിയിട്ടതാ. ആനക്കൂടെ വിടെ കൂട്ടിനകത്ത്. എടാ, പാമ്പ്. എടാ, കറുത്ത പാമ്പ്. എന്നാ കളറാടാ അത്? ഫുള്ള് കറുപ്പടാ. അതുവഴി പോയി, ഇങ്ങോട്ട് കയറി, ഈ കാട്ടിനകത്തോട്ട് കയറി. ആ പാമ്പ് രക്ഷപ്പെട്ടു ഗൈസ്. നല്ല കരി പോലെ കറുത്തൊരു കരി മൂർക്കൻ. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടി. വിട്ടുപോയിട്ടുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ. നീയൊക്കെ ആരാടാ ഞങ്ങളെ കാട്ടി വന്ന് ഇറങ്ങുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഓടിപ്പോയിട്ടുണ്ട്. നിങ്ങളൊരു വലിയ സംഭവം കാണിച്ചു തരാം. അതായത് ഒരാളെയൊന്നുമല്ല, ഒന്നിൽ കൂടുതൽ ആളുകളെ കൊല്ലാൻ പാകത്തിനൊരു സംഭവം ഇവിടെ ഉണ്ട്. എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട്.
കുറച്ച് അടുത്ത് കാണിച്ചു തരാം. ഇതാണ് മനകുളവിയുടെ കൂട് എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തായാലും ലക്ഷക്കണക്കിന് കുളവികളുണ്ട്. ഇതൊന്ന് പൊട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഏരിയയിൽ നിൽക്കാൻ പറ്റൂല. ഈ ഏരിയ ദേ വരും കുത്തൂടാ. അവൻ വന്ന് നിന്റെ പുറകെ വരുന്നടാ. എടാ നിന്റെ പുറകെ വരുന്നടാ. അവൻ ഓടി. ഇതാണ് ഈ മനകുളവിയുടെ പ്രശ്നം. അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം ഒരാൾ വന്ന് നമ്മളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം പുറകെ വരും. പുറകെ വന്ന് കുത്തായിരിക്കും. കുത്ത് കിട്ടി നമ്മൾ ചത്തിരിക്കും ഉറപ്പാണ്. ഇനി നിന്റെ പുറകെ അത് മുങ്ങി കേട്ടോ. നിന്റെ കയ്യെ വരെ കയറിയായിരുന്നത് സത്യം കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. എന്നാ സൈസാടാ കൂടിന്. യു നല്ല സൈസുള്ള കൂട്. എങ്ങനെ പോയാലും ഒരു 10 കിലോ ഉള്ള ഒരു കൂടുണ്ട്. അപ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് മനകുളവിയുണ്ട്. ഒരു 2 എണ്ണം കുത്തിയാൽ തന്നെ നമ്മുടെ ഒരു പരിവാകും. അപ്പോൾ അത്രയാണ് ഒരുമിച്ച് കുത്തിയുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് പോയി. ചത്തു നമ്മൾ ഉറപ്പായിട്ടും ചത്തു. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. എടാ പോയി ലോട്ടറി എടുത്തോ എൻ്റെ പൊന്നു മോനെ. കാലിൽ നിന്നെല്ലാം ഭയങ്കരമായിട്ട് ചോര എടുക്കുന്നുണ്ട്. മുറിവ് പറ്റിയതൊന്നുമല്ല, 2 കാലിലുണ്ട്. ഇത് പുഴു കടിച്ചിട്ട് ചോര കുടിച്ചിട്ട് പോയി കഴിയുമ്പോൾ ചോര ഇങ്ങനെ ഇട്ടിട്ട് കാലിൽ നിന്ന് വീഴുന്ന ആ മുറിവേന്ന്. ഇതാണ് ആനയും കടുവയും ഏറ്റവും കൂടുതൽ വിരയിക്കുന്ന ഏരിയ. നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ ചിലപ്പോൾ അണ്ണാക്കിലിരിക്കും ആനയുടെ അല്ല കടുവയുടെ. തമാശ പറഞ്ഞല്ലോ കേട്ടോ, നന്നായിട്ട് വിരയിക്കുന്ന സ്ഥലമാണിത്. കടുവ വല്ലപ്പോഴേ വന്നിറങ്ങി പോകത്തുള്ളൂ, പക്ഷെ ആന എന്തായാലും കാണും. നീ എന്നെ കുത്തണം. സത്യം പറഞ്ഞ ഒരു 1 ഇയറെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അടിപൊളി മോനെ. എടാ ഈ കുഴിയുടെ കാര്യമല്ലേ പറഞ്ഞേ? ഈ കുഴിക്കകത്തുനിന്നാണ് ഞാൻ ചെറുമീനല്ലേ ഇതിനകത്തുണ്ടോ? കാണും, പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലല്ലോ. ഇവിടെ ആ തോട്ടി വെള്ളമുണ്ടോ ഇവിടെ? കൊച്ചു കൈത്തോട്ടിൽ നോക്കട്ടെ. എടാ ആനയുടെ കാല് ഇവിടെ മൊത്തം ആന ചവിട്ടിയേക്കും ആളിയാ. വലിയ പഴക്കമൊന്നും ഇല്ല, മണ്ണൊന്നും പൊടിഞ്ഞൊന്നും വീണിട്ടില്ല. ആന ചവിട്ടി പോയേക്കോ, മേളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ സ്റ്റിക്ക് ഇടിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ മരമൊക്കെ അടിക്കാൻ ഉപയോഗിക്കാം, വേറെ ഒന്നിനും ഇതിനും കൊള്ളൂല. വെറൈറ്റി മരങ്ങളൊക്കെയാണ്. ഇതേണ്ട കിഴുത്തിലുള്ള മരം. അയ്യോ, ഇതാണ് മോനെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മരവും ഏരിയയും. ഇതൊറ്റ മരത്തിൽ നിന്നാണ് ഇതെല്ലാം പോയേക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. നോക്കളിയാ സെറ്റ്. ഇപ്പം വേണോടാ കടുവ വരെ. അതെ, ഈ മരത്തിൻ്റെ മേളിൽ കയറി നമ്മളിരിക്കും, നമ്മളെ അടിച്ച് താഴെ ഇടാൻ കടുവൻ വരും. അയ്യോ ഭയങ്കര. ഇവിടെ മീൻ പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ മീൻ പിടിക്കാൻ പോയി, ഞാനിത് കണ്ടുകൊണ്ട് ഇവിടെ വയ്ക്കുക. അപ്പം മരത്തിനോട് ബൈ പറഞ്ഞിട്ട് നമുക്ക് ചൂണ്ടയിടാൻ പോകാം. ഇതുവഴി നൈസായിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കിണ്ണം വ്യൂ ആണേ. അവനവിടെ ചൂണ്ടയിടാണേ, കാണിച്ചു തരാവേ. എൻ്റെ മോനെ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് എൻ്റെ നാട്, അല്ല എൻ്റെ കാട്. നമ്മുടെ നാട് അങ്ങനെ പറയണ ശരിയാ, മോശടാ, സോറിടാ, നമ്മുടെ നാട്. ഈ കുഴിയാണോ? ഇങ്ങനെയുള്ള കുഴികൾ ഇവിടെ ഇഷ്ടം പോണൊക്കെ ഉണ്ട്. ഇത് ചെറുത്, ഈ വെള്ളത്തിൻ്റെ അടിയിലുണ്ടല്ലോ ഇതിനെക്കാട്ടിലും ഭയങ്കര വലിപ്പമുള്ള പൊത്ത് ഉണ്ട്. ആ ദ്വാരത്തിനകത്തോട്ട് ഇവിടെ ഭയങ്കര അപകടമാണ്. ആ ദ്വാരത്തിനകത്തോട്ട് ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറി വരാൻ പറ്റത്തില്ല. അതിനുള്ളിലേക്ക് വെള്ളം വലിച്ചെടുത്തോണ്ടങ്ങ് പോകും. ഈ എൻ്റെ പുറകിൽ കാണുന്നതാണ് പേങ്കി കയർ എന്ന് പറയുന്നത്. ഈ ഏരിയയിലെ ഏറ്റവും കുഴിയും അപകടവും നിറഞ്ഞ കയറെന്ന് പറയുന്നത്. ഇതിനകത്തൊരാൾ ഒന്ന് താന്നു പോയി കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ വിട്ട് അള്ളിനകത്തേക്ക് ഇറങ്ങി അങ്ങ് പോകും, തിരിച്ച് കയറി വരാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ആളുകൾ മരിക്കുന്നത്. ഈ പെങ്കിന്ന് പേര് വരാനൊക്കെ പണ്ട് ഒരു ഐതിഹ്യവും കഥയൊക്കെ ഉള്ളതാണ്. സത്യമാണോ അത് കള്ളമാണോ നമ്മളത് വിശ്വസിച്ചിട്ട് തന്നെ ഇരിക്കണം. ആ പേര് തന്നെ നമ്മളിപ്പോഴും ഈ സ്ഥലത്തിനെ വിളിക്കുന്നു പേങ്കി. പേങ്കിയും 10 മക്കളും അല്ലടാ, പേങ്കിയും 10 മക്കളും. അതാണ് കഥ. ഞാൻ കഥ പിന്നെ പറഞ്ഞുതരാം. അതെ, മീൻ പിടിച്ച് വലിക്കുന്നതെന്ന് വിചാരിക്കണ്ട, സ്റ്റിക്കൊക്കെ വളഞ്ഞിരിക്കുന്നതാണ്. ഉടക്കി കിടക്കുകയാണ് കേസ് ആണെങ്കിട്ട്. പിന്നെ ഇതിൻ്റെ മണ്ട കയറണം. ഇതാണ് ഇവിടെയൊക്കെ നോക്കിയും കണ്ട് ഇട്ടില്ല ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും കയറി ഉടക്കും, പിന്നെ ആ മരത്തിൻ്റെ മേളിൽ കയറണം. അതാ അതിലാണ് ഉടക്കിയേക്കുന്നത്, ടോപ്പിൽ. പക്ഷെ ആ എഡ്ജിലാണ് ഉടക്കിയേക്കുന്നത്, പക്ഷെ വരുന്നില്ല ശരിക്കും. എനിക്ക് തോന്നുന്നു ചൂണ്ട ചുറ്റിയിട്ടുണ്ട്, ഫ്രോഗ് ചുറ്റി പിടിച്ചേക്കുക, അതേ വരാതെ. അവൻ ആ ചൂണ്ട വലിച്ചെടുക്കുന്ന സമയത്ത് എനിക്കൊരു സാധനം കിട്ടിയത്. എന്ത് ഇവിടെ ഇത്? അയ്യോ തടിയാണല്ലേ. ഇത് കണ്ടു കഴിഞ്ഞാൽ തടിയാന്ന് പറയോ? അയ്യോ പാവം ഒറ്റയ്ക്ക് അവിടെ നിന്ന് കിടന്ന് കഷ്ടപ്പെടുന്നു. ഞാൻ വരുവാ. ഒരുത്തനതിന് മണ്ടയ്ക്ക് വലിഞ്ഞു കയറും. മിക്കാറും അവനും ചൂണ്ടയും എല്ലാം കൂടെ വെള്ളത്തിൽ കിടക്കുവേ.
ആ കമ്പേല അല്ലയോ? ആ അയച്ചു വിട്ടിട്ടുണ്ടേ. മൂവിക്ക് ചെറുക്കം നിൽക്കി നോക്കി ഇത്തിരിയുള്ള പൂക്കാണ്ടി കമ്പിൻ്റെ മണ്ട കയറി നിന്നിട്ട് വെള്ളത്തിലോട്ട് ഇങ്ങനെ വിട്ടേരത്. എറിഞ്ഞിട്ടേര്, ഇങ്ങോട്ട് എറിഞ്ഞേര്. അത്രേ ഉള്ളൂ. ആ ഇനി വേണമെങ്കിൽ നീന്തിങ്ങി പോരെ. പതിയെ പതിയെ ഏത് മരത്തേലും കയറിയോളൂ ഒരുത്. എടാ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേരാ ആ കമ്പീൻ്റെ. അപ്പം ഞങ്ങളിത് ഒരു ഓടിച്ചെടുത്തുകൊണ്ട് വന്നതാണ് ഈ വെള്ളത്തിലൊന്ന് കുത്തി തയ്ക്കാൻ വേണ്ടിയിട്ട്. അത് നേരെ നിർത്തിക്ക്, നിൻ്റെ കാലിൻ്റെ അവിടെ കൊണ്ട് നിർത്തിക്ക്. അതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ ഇതിൻ്റെ ഹൈറ്റ് ആണോ? അത്ര ഹൈറ്റ് ഉണ്ടോ? അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിൽ ഇറക്കി നോക്കാവേ. ഞാനിവിടെ പിടിക്കണ്ടേ? ഒറ്റയ്ക്ക് താങ്ങോ? ആ എന്നാൽ എനിക്ക് വീഡിയോ എടുക്കാം. നോക്കട്ടെ. ഇവിടെ പിന്നെ ഇത്തിരി കുഴി കുറവുണ്ട്. ആക്ച്വലി കുഴി കൂടുതൽ ഇവിടെയാണ്. ഇവിടെ ഒന്ന് ഇറക്കി നോക്കാം. എൻ്റെ മുള്ളി, ഇത് കരയുടെ സൈഡാണ്. കുറച്ചുകൂടെ ഒരു പൊടിക്ക് ഇങ്ങോട്ട് മാറിയാൽ ഈ മരം താന്നു പോകും, ഈ കമ്പ് താന്നു പോകും. ഇത്ര കുഴിയുണ്ട് ഇവിടെ. ഇല്ലയോടാ? അവിടെ കുഴി കൂടുതലല്ലേ അത്ര ഇടാ? കുറച്ചുകൂടെ അങ്ങോട്ട് മാറുന്നതനുസരിച്ചിട്ട്. എൻ്റെ വള്ളി, ഇത്ര ഹൈറ്റ് താഴ്ചയുണ്ട് ഇവിടെ. ഇതിനേക്കാട്ടിലും താഴ്ചയാണ് ഇവിടെ. ഇവിടെ പക്ഷേ നമുക്കിത് പരീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ തൊട്ടേ തെന്നി അടിച്ച് താഴെ കിടക്കും. വീണാൽ പിന്നെ കയറി വരല് പാടാ. എൻ്റെ വള്ളി, ഈ ഹൈറ്റ് 6 അടി. ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് കഴിഞ്ഞു. 8, 9, 10, 11, 12, 13, 14, 15, 16 അടി പൊക്കമുണ്ട്. 16 അടി താഴ്ച ഇവിടെ. അപ്പം എങ്ങനെ പോയാലും താഴോട്ട് ചെല്ലുമ്പോൾ ഒരു 20 അടിയെങ്കിലും ഉണ്ടാവും അല്ലേ മിനിമം. എടാ അവിടെ മീൻ അടിച്ചടാ. ഈ പറഞ്ഞ നേരെ ഇല കിടക്കുന്നതിന്റെ അവിടെ നിരപ്പാ, നേരെ കുത്തനെയാണ്. അവിടുന്ന് നേരെ കുത്തനെയാണ്. അത് ഇതിലും ആഴമാണ് അവിടെ. നമുക്കിത് ചാടി നോക്കിയാലോ? ഞാൻ മുങ്ങിയത്, ഞാൻ അടി ചെന്നില്ല. ഇങ്ങോട്ട് ആൾക്കാർ വരുന്നില്ല. ഇത് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും സേഫായിട്ട് കിടക്കുന്ന, ആൾക്കാരും സേഫായിട്ട് നിൽക്കുന്നത്. പക്ഷേ എന്താ പറയാ, ആനയും കടുവയും കിടക്കുന്നുണ്ട്. ആനയും കടുവയും ഉള്ളത് കൊണ്ടിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരാതെ. ഇതോ ആനപ്പിണ്ണം കിടക്കുന്നുണ്ട് പാറയില്. ഈ കുഴിയെക്കാട്ടിലും ഒക്കെ ഒരുപാട് വലിപ്പ കൂടുതലാണ്. ഐ മീൻ ഒരുപാട് താഴ്ച കൂടുതലാണ് നമ്മൾ സ്ഥിരം ചൂണ്ടയിടുന്ന കുഴിയെന്ന് പറയുന്നത്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. അപ്പോൾ ഒന്ന് ആലോചിക്കണം. ഇന്നാളിൽ ഒരുത്തൻ നമ്മൾ ചൂണ്ടിടുന്ന വീഡിയോ കണ്ടിട്ട് ഈ വെള്ളത്തിലൊക്കെ നമ്മൾ എടുത്തിയാടുന്നത്. ആ പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, നീ ആ വെള്ളത്തിലും ചാടൂല, ഈ വെള്ളത്തിലും ചാടൂല. ചാടും, പക്ഷെ തിരിച്ച് കയറാൻ പാടായിരിക്കും. പിന്നെ ആരെങ്കിലും സഹായമില്ലാതെ നീ കയറൂല. അതാണ്, അടി പോയി കഴിഞ്ഞാൽ തീർന്നു പോനെ. ആ കമൻറ്റ് ഇട്ടവനോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ ഹിഡൻ പ്ലേസസ്. ഈ ചൂണ്ടയുടെ പരിപാടി ഞങ്ങൾ മടുത്ത്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ കണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടാൽ മതി വരാത്ത സ്ഥലം. അപ്പം നമ്മൾ ചൂണ്ടയെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ കാണാൻ വെറൈറ്റി ഉണ്ട്, പക്ഷേ ആ സ്ഥലം സ്പെഷ്യലാണ്. ഞാൻ ഇതുവരെ എന്നല്ല ഒരാളും സോഷ്യൽ മീഡിയയിലോ ഒരിടത്തോ പോസ്റ്റ് ചെയ്യാത്ത സ്ഥലമാണത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത് അവിടെ ചെന്നിട്ടേ ഞാൻ പറയുള്ളൂ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഇവിടേക്ക് ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ താഴെ ഉള്ളൂ ഇവിടെ വരാൻ. ഇനി നമുക്കൊരു മാക്സിമം ഒരു 2 കിലോമീറ്റർ അത്ര ഇല്ല ആ സ്ഥലത്തേക്ക് എത്താൻ. പക്ഷേ ഇങ്ങനെ കാട്ടിക്കൂടെ പോകണം എന്നുള്ളത് കൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും. നിഗൂഢമായ കാഴ്ചകളിലേക്ക് തേടി ഞാനും അമലും യാത്രയാവുകയാണ്. സ്വർഗത്തിലേക്കുള്ള കവാടമാണ് ഗൈസ്. സ്വർഗത്തിലേക്കുള്ള കവാടം കിടക്കുകയാണ് ഞങ്ങൾ. ഒരു നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്പോട്ട്. കണ്ടോ, ഇവിടുത്തെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ആക്ച്വലി മേളിൽ നിന്ന് ഒഴുകി വരുന്നൊരു ഉറവ് പോലെയാണ്. ഇവിടെ വന്ന വെള്ളം കുറേ കെട്ടിക്കിടക്കുന്നു, നേരെ താഴേക്ക് ഒഴുകി പുഴയിലേക്ക് ചെന്ന് കയറുന്നു. പക്ഷേ അവിടുത്തെ തണുപ്പല്ല, ഇവിടുത്തെ തണുപ്പ്. നല്ലൊരു കുഴിയാണ്. എന്നുവെച്ചാൽ മണ്ണ് കയറി മൂടിയിട്ടുണ്ട്. പക്ഷേ ഒരാൾ താഴ്ച ഉണ്ടായിരുന്ന കുഴിയാണ്. ഇതിനകത്ത് നമുക്ക് കറക്റ്റ് നമ്മുടെ കഴുത്തറ്റിൻ്റെ മേളിൽ താഴ്ച ഉണ്ടായിരുന്നു. വെള്ളത്തിന് തണുപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇറങ്ങിയാൽ മതി. വലിയ വെള്ളത്തിലോട്ട് ഇറങ്ങണമെന്നില്ല. എന്നാ തണുപ്പടാ. ഇവിടെയൊക്കെ വന്നിട്ടൊരു കുളിയും കൂടെ പാസ്സാക്കണം അളിയാ. ഉടനെ തന്നെ ഞാൻ വരും. ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ ദ്വീപ് എന്ന് പറയുന്നത്. അതായത് ഈ സൈഡിലും വെള്ളം, ആ സൈഡിലും വെള്ളം, സെൻറ്ററിൽ മാത്രം കുറച്ച് ദ്വീപായിട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ മരങ്ങളൊക്കെ ഉണങ്ങിപ്പോയി ഇവിടുത്തെ. ഇവിടെ കുറേ തൂവലുകൾ കിടക്കുന്നുണ്ട്. എന്നാ സംഭവം നോക്കട്ടെ.
എന്തോ ഒരു പക്ഷീനെ ഇവിടെ വെച്ചിട്ട് വല്ല കുറുക്കനോ ബാക്കാനോ വല്ല ചെറുജീവികളോ എന്തെങ്കിലും പിടിച്ച് തിന്ന സ്ഥലമാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളത് കാണിക്കാനേ സത്യം പറഞ്ഞാൽ. യെസ് ഗൈസ്, ഫൈനലി നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ട ഒന്നും മനസ്സിലാവത്തില്ല. ഒരു അല്പസമയത്തിനുള്ളിൽ നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നതാണ്. പുറത്തുള്ള ആളുകൾ ഈ സ്ഥലം, ഈ ഒരു കാര്യം ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇവിടെ ഒരു ഐതിഹ്യമുണ്ട്. സീതയും രാമനും വനവാസ സമയത്ത് ഇതുവഴിയാണ് കടന്നു പോയിട്ടുള്ളതെന്നും സീത ഇവിടെ വസ്ത്രം അലക്കിക്കൊണ്ടിരുന്നപ്പോൾ രാമൻ ഈ കല്ലിലാണ് വിശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുമാണ് ഐതിഹ്യം. അതിൻ്റെ എല്ലാ തെളിവുകളും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ, അതായത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന കഥയാണ്. ഞാൻ ഇവിടെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അതായത് ഇത് ഉണ്ടാക്കിയെടുത്ത കഥയൊന്നുമല്ല, റിയൽ ആയിട്ടുള്ള കഥയാണോ എന്ന് നമുക്ക് അറിയത്തുമില്ല. പക്ഷേ തെളിവുകൾ ഇവിടെ കിടപ്പുണ്ട്, നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇത് കാലിൻ്റെ ആ ഒരു പാടാണ് ഈ കാണുന്നത്. ഒരു കാലിൻ്റെ ഇതേ ഇവിടെയാണ്. പിന്നെ ഇരുന്ന ഭാഗം എന്ന് പറയുന്നത് ആ പരിച വെച്ചിട്ട് ഇരുന്നതല്ലേ, ഇങ്ങനെയാണ്. ആ ഒരു വട്ടം കണ്ടോ? ഇവിടെ കൈയുടെ ഭാഗം കാണിച്ചു കൊടുത്തേ. കൈ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. കൈ ഒന്ന് വെച്ച് കാണിച്ചു കൊടുത്തേടാ. ഇതാ കണ്ടോ, മറ്റൊരു കൈയുടെ ഭാഗം കൂടെ ഉണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ മങ്ങി തുടങ്ങി. നമ്മുടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ നല്ല തെളിച്ചുണ്ടായിരുന്നു. ദേ ഭംഗി. അപ്പം ഇതാണ് ഈ ഒരു പാറയുടെ പ്രത്യേകത. ഇവിടെ ഈ കാടിനുള്ളിൽ വെറുതെ കിടക്കുകയാണ് ഈ പാറ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ വിളക്ക് വെക്കുന്ന പരിപാടികളൊക്കെ ആരെങ്കിലുമൊക്കെ പിന്നീട് തുടങ്ങും, ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. പക്ഷെ എന്തായാലും ഞങ്ങൾ അന്നും ഇന്നും ഈ പാറ വന്ന് കാണും, കുറച്ച് നേരം ഇവിടെ ഇരിക്കും, സന്തോഷത്തോടെ തിരിച്ചു പോകും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഈ പാറ റിവീലായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പാറയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അതെ, ആരും പറഞ്ഞുകൊണ്ട് വരരുത് ഇനി പാറയുടെ മണ്ടയിൽ കയറി ഇരുന്നു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ഇരിക്കുന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ചേലവിരിച്ചാണി എന്നാണ്. അപ്പോൾ പേര് പറയാൻ ഞാൻ വിട്ടായിരുന്നു, മറക്കണ്ട, ചേലവിരിച്ചാണി. ഇവിടുത്തെ പാറകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്, അതും കൂടെ പറയണമായിരുന്നു. കുറച്ചുകൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പാറകളുടെ എല്ലാം നിറം മാറും. ഭാഗ്യമുണ്ടെങ്കിൽ അത് കാണിച്ചു തരാവേ. ഇവിടെ രാവിലെ ഇവിടെ തുണി വിരിച്ചിട്ട് അത് ഇവിടെ നല്ല വെയിലടിക്കുമ്പോൾ തിളങ്ങത്തുള്ളൂ. അത് ഇവിടെ എവിടാന്ന് അറിയത്തില്ല. ആ വിരിച്ച കറക്റ്റ് പാറ അല്ലേ? വെയിലടിക്കുമ്പോ അതെന്ത് പറ്റും? നല്ലപോലെ തിളങ്ങും ആ പാറ അല്ലേ? പക്ഷെ വലിച്ചോണ്ട് പോയ പാടുകൾ അങ്ങോട്ട് അവിടെയൊക്കെ ഉണ്ട്. പല കളറാണ് പാറയ്ക്ക്. പക്ഷെ ഇപ്പൊ ഈ ചെളി കയറി കിടക്കുന്നുണ്ട്, ആ കളർ അറിയാൻ പറ്റുന്നില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മൾ ആ കളറ് തേടിയുള്ള യാത്രയാണ് ഗൈസ്. ഈ പാറകളിലൊക്കെ നിറം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചെളി കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു നിറം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് പറ്റിയേക്കുന്നത് ഗൈസ്. ഇത് കണ്ടോ, ഈ പാറകളുടെ കളറിലൊരു വ്യത്യാസം കണ്ടോ? ഇതേപോലെ തന്നെയാണ് ബാക്കി ഉള്ളിടത്തും എല്ലാം. പക്ഷേ ഇപ്പോൾ ഈ ചെളിയൊക്കെ കയറി അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആ കളർ അത്രയും അറിയാൻ പറ്റുന്നില്ല. എനിക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനെന്ന് പറഞ്ഞുകൂടാ, എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഐതിഹ്യം ഇങ്ങനെയാണ്, സീതയുടെ വസ്ത്രത്തിൽ നിന്ന് പറ്റിയ കളറാണെന്നാണ് ഐതിഹ്യം. സീതയുടെ വസ്ത്രം അലക്കിയിട്ട് ഇതുവഴി തിരിച്ച് നടന്നു പോയപ്പോൾ അത് ഇങ്ങനെ വസ്ത്രത്തിലെ കളറ് ഈ പാറകൾക്കെല്ലാം പിടിച്ചതാണ്. അങ്ങനെയാണ് ഈ ഐതിഹ്യം പറയുന്നത്. എന്തായാലും രാമനും സീതയും, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അതാണ്. ആർക്കും അറിഞ്ഞുകൂടാ, പുറത്തുനിന്നുള്ള ആൾക്കാർ അധികം ഇങ്ങോട്ട് വരാറില്ല. പക്ഷേ നല്ല പീസ്ഫുൾ വൈബാണല്ലേ. പാൻ്റെ മൊത്തം ചെളിയായി. ഇതാണ് നമ്മുടെ പീസ്ഫുൾ മൈൻഡഡ് സ്ഥലം. അമ്മേ അടിപൊളിയല്ലേ? നമ്മളൊരു പാറ ചാരിയിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് സാധാരണ വീടിൻ്റെ മുറ്റത്ത് ടെറസിൽ വരെ വരുന്ന കുരങ്ങുകളെ പോലും ഇതുവരെ ഒന്നിനെ പോലും കാട്ടിലേക്ക് വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ആനയുടെ വിരഹ കേന്ദ്രമായിട്ട് പോലും ഒറ്റ ആന നമ്മുടെ മുന്നിൽ ഇതുവരെ വന്ന് പെട്ടിട്ടില്ല. ആനയുടെ ഭാഗ്യം. അങ്ങനെ നടന്ന് കാട്ടിൽ നിന്ന് നാട്ടിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നതാ? പൊളി വൈബായിരുന്നു. സത്യം പറ, നല്ല വൈബായിരുന്നു. പക്ഷെ ഒരു തുള്ളി കുടിവെള്ളം പോലും എടുത്തോണ്ട് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരുന്നില്ലല്ലോ. നമ്മൾ കുറച്ചിടെ ചൂണ്ടയിടാൻ വേണ്ടി പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇറങ്ങി തിരിച്ച് സ്ഥലം കണ്ടു കഴിഞ്ഞപ്പം കിളി പോയിട്ട് ചൂണ്ട മടക്കി സ്ഥലം കാണാൻ പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു, പുഷ്.